നമസ്കാരം. എംബ്രോ ഗോൾഡ് മാർക്കറ്റ് പ്ലേസ്, അതിന്റെ സാധ്യതകൾ, അത് ഓരോ ദിവസവും വളരെ വ്യക്തമായി മനസ്സിലാക്കി പോകേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അത് മനസ്സിലാക്കി തരുന്ന ഒരേയൊരു വീഡിയോ ആണ് ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 5 ഡയറക്റ്റ് റഫറൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 ലെവലിൽ നിന്ന് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് നമുക്ക് ഇൻകം ലഭിക്കും. മാർക്കറ്റ് പ്ലേസിൽ ലാഭമുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ലെവൽ ഇൻകം ഉണ്ട്, മന്ത്ലി സാലറി ഉണ്ട്, ഗിഫ്റ്റുകളുണ്ട്. അതിൽ ലെവൽ ഇൻകത്തിൽ വരാൻ പോകുന്ന സാധ്യതകൾ, ലെവൽ ഇൻകത്തിൽ നമുക്ക് വരുമാനം കിട്ടാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അത് എത്രമാത്രം സീരിയസ് ആയിട്ട്, എത്രമാത്രം പവർഫുൾ ആയിട്ട് നമുക്ക് നടക്കും, ഇതെല്ലാം മനസ്സിലാക്കി തരുന്ന രൂപത്തിലാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒരു എക്സൽ ഷീറ്റ്. അതിൽ 10 ലെവലിലേക്കുള്ള ഒരു എൻട്രികളുടെ ട്രേഡേഴ്സിന്റെ എണ്ണം 0ആണ്, എംബ്രോ ഗോൾഡുകളുടെ എണ്ണം 0ആണ്, അതിന്റെ വാല്യൂ എല്ലാം 0ആണ്. ഓരോ ലെവലിലും കിട്ടുന്ന വരുമാനവും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെവലിൽ 21 രൂപയാണ്, സെക്കൻഡ് ലെവലിൽ 14 രൂപയാണ്, തേർഡ് ലെവലിൽ 7 രൂപയാണ്, ഫോർത്ത് ലെവലിൽ 7 രൂപയാണ്, ഫിഫ്ത്ത് ലെവലിൽ 5 രൂപ 25 പൈസയാണ്, ഫിഫ്ത്ത് ലെവലിൽ 5 രൂപ, സിക്സ്ത് ലെവലിൽ 5 രൂപ 25 പൈസയാണ്, 7ാമത്തെ ലെവലിൽ 3 രൂപ 50 പൈസയാണ്, 8ാമത്തെ ലെവലിൽ 3 രൂപ 50 പൈസയാണ്, 9ാമത്തെ ലെവലിലും 10ാമത്തെ ലെവലിലും 2 രൂപ 62 പൈസ വീതമാണ്. ഈ രൂപത്തിലാണ് നമുക്ക് ലെവൽ ഇൻകം ലഭിക്കുന്നത്. കാണുമ്പോൾ ചെറിയ ചെറിയ സംഖ്യകളാണ്. 2 രൂപ 62 പൈസ എന്ന് പറയുന്നത് വലിയ സംഖ്യയൊന്നുമല്ല. പക്ഷേ 10ാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ അതിന്റെ സാധ്യത അത് വളരെ വലുതാണ്. ഇപ്പോ നമ്മൾ ഒരാളെ സ്പോൺസർ ചെയ്യുന്നു, അവർ രണ്ടാമത്തെ ലെവൽ വരുമ്പോൾ അവർ 2 പേരെ സ്പോൺസർ ചെയ്യുന്ന ലെവൽ എടുക്കും. പിന്നീട് അത് 4 ആയി, പിന്നെ അത് 8 ആയി, പിന്നെ അത് 16 ആയി, പിന്നെ അത് 32 ആയി, പിന്നെ 64 ആയി, പിന്നീട് അത് 128 ആയി, വീണ്ടും 286 ആയി, വീണ്ടും 512 ആയി. അതായത് 1 എന്ന സംഖ്യ 10 ഡ്യൂപ്ലിക്കേഷന് വിധേയമാകുമ്പോഴത്തേക്കും 512 എന്ന സംഖ്യയായിട്ട് മാറുകയാണ്. അതായത് ടീം ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ വലിയ സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയി വരുന്ന എല്ലാവരും ഒരു ഡ്യൂപ്ലിക്കേഷൻ സ്റ്റേജിൽ ഉണ്ടായാൽ. അത് സാധാരണ നെറ്റ്വർക്കിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെയൊന്നും 100% പെർഫെക്റ്റ് ആയിട്ട് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ ലോകത്ത്. സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ സിസ്റ്റം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ സ്പോൺസർ ചെയ്താൽ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ 5 പേരെ നമുക്ക് എന്ത് ചെയ്യാം, സ്പോൺസർ ചെയ്യാൻ പറ്റും. 5 പേരെ സ്പോൺസർ ചെയ്യാൻ പറ്റും. ആ 5 പേര് അവരുടെ ഓരോരുത്തരുടെയും 5 പേരെ കൊണ്ടുവരുമ്പോൾ അടുത്ത ലെവലിൽ 25 പേരെന്ന ലെവലിലേക്ക് എത്താൻ പറ്റും. എന്നാൽ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ചിലപ്പോൾ 25 പേര് എത്തുന്നത് ഒരു ദിവസം കൊണ്ടോ, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ, ചിലപ്പോൾ 1 മാസം കൊണ്ടോ, ചിലപ്പോൾ 1 വർഷം കൊണ്ടോ ആയിരിക്കാം. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ ആ 25 പേരിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് പ്രാപ്യമാണ്, എത്താൻ പറ്റും. വരുന്ന ഓരോരുത്തർക്കും ഒരു വിഷൻ ഉണ്ടെങ്കിൽ, വരുന്ന ഓരോരുത്തരും അവർ 10 ലെവൽ ഇൻകത്തിന് വേണ്ടിയുള്ള 5 പേരെ സ്പോൺസർ ചെയ്യണമെന്ന വിഷൻ ഉണ്ടെങ്കിൽ, എങ്കിൽ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ അത് 125 ആയിട്ട് മാറും. അടുത്ത ലെവലിലേക്ക് വരുമ്പോഴോ അത് 625 ആയിട്ട് മാറും. സോ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ, 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ, 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പോൾ 512 കണ്ടപ്പോൾ ഇവിടെ 10 ലെവലിലേക്ക് വരുമ്പോൾ ആളുകളുടെ എണ്ണം എത്രയായിരിക്കും? അത്രയും ട്രേഡേഴ്സ് ആണ് നമ്മുടെ കൂടെ വരാനുള്ളത്. സോ ഇതൊന്നും 100% പെർഫെക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ വർക്കൗട്ട് ചെയ്യാതെ നമുക്ക് പ്രാപ്യമായത് എന്തോ അത് നമ്മൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി. നിങ്ങളൊരു പേപ്പറിൽ ഇതുപോലെ 10 ലെവലിലേക്ക് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് പ്രാപ്യമായ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ട്രേഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു 1000 ട്രേഡേഴ്സ് വരുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. 1000 ട്രേഡേഴ്സ് എംബ്രോ ഗോൾഡിൽ വരുന്നു. നമുക്കറിയാം, എംബ്രോ ഗോൾഡ് ഇനി മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മാത്രമേ സെല്ലാകൂ. ഏതൊക്കെ തരത്തിൽ? സിസ്റ്റത്തിന്റെ കൗണ്ടറിൽ, അതായത് കൗണ്ടറിൽ നിന്ന് ഒരു സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ ആ കൗണ്ടർ സെല്ലും എവിടെ നിന്ന് സെല്ലാവും? മാർക്കറ്റ് പ്ലേസിലെ യൂണിറ്റ് ആയിട്ട് സെല്ലാവും, അല്ലെ? ഒരു ട്രേഡർ വന്നു, ആ ട്രേഡർ 10 യൂണിറ്റ് വാങ്ങിയിടുകയാണ്. ആ ട്രേഡർ വാങ്ങുന്നതും എന്താണ്? ഇതേ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് വാങ്ങുക. ഒരാൾ അദ്ദേഹത്തിന്റെ മാസ ആവശ്യത്തിന് വേണ്ടി റിഡീം ചെയ്തു, അതും ഈ മാർക്കറ്റ് പ്ലേസിലെ യൂണിറ്റ് ആയിട്ട് അവിടുന്ന് സെല്ലായി പോകുന്നതായിട്ട് കണക്കാക്കുന്നുണ്ടാകും. ഇനി സിസ്റ്റത്തിൽ നമ്മൾ ഓരോ പ്രാവശ്യവും മാസം എടുക്കുമ്പോൾ 1400 പേ ചെയ്യുമ്പോൾ 3 എംബ്രോ ഗോൾഡുകൾ സിസ്റ്റത്തിൽ നിന്ന്
സിസ്റ്റം ബൈ ചെയ്യുന്നുണ്ട്, 3 എംപ്രോ ഗോൾഡുകൾ ബൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ഈ സിസ്റ്റത്തിൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഇനി ഈ ആക്ടിവിറ്റി നടക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇന്ന് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ എംപ്രോ ഗോൾഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ നോക്കി കാണുന്നുണ്ട്. കാരണം ഇത് ഓൺലൈൻ അവൈലബിൾ ആയ പ്രൊഡക്റ്റ് ആയി മാറിക്കഴിഞ്ഞു. ഓൺലൈനിൽ നിന്ന് ആർക്കും വാങ്ങാൻ പറ്റുന്ന രൂപത്തിലേക്ക് സിസ്റ്റം മാറുകയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രൊമോഷൻസിലൂടെ എവറി എൻക്വയറി ഈ സിസ്റ്റത്തിൽ വന്ന് സെല്ല് വരുമ്പോഴും മാർക്കറ്റ് പ്ലേസിലെ യൂണിറ്റുകൾ സെല്ലാവുന്ന രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊന്നുമല്ല, ഒരു 1000 പേർ ട്രേഡ് ചെയ്യാൻ വേണ്ടി സിസ്റ്റത്തിൽ കടന്നു വരികയാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക? അവിടെ കൗണ്ടർ സെയിലോ ട്രേഡറോ എന്ന സംഗതി ട്രേഡറാണ് അവിടെ സംഭവിക്കുന്നത്. 1000 ആളുകൾ വരുന്ന സമയത്ത് ഈ 1000 ആളുകളും 1400 രൂപ പേ ചെയ്യും. എങ്കിൽ 1400-ന് 3 എംപ്രോ ഗുഡുകൾ ബൈ ചെയ്യപ്പെടുന്നുണ്ട്, സിസ്റ്റത്തിൽ നിന്ന് ബൈ ചെയ്യപ്പെടുന്നുണ്ട്. ആ ബൈ ചെയ്യപ്പെടുന്ന യൂണിറ്റിന് പകരം വേറെ യൂണിറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ആ ബൈ ചെയ്ത യൂണിറ്റുകൾ സിസ്റ്റത്തിന്റെ കൈവശമാണുള്ളത്. സോ 1000 ആളുകൾ വരുമ്പോ 3 × 1000 3000 എംപ്രോ ഗോൾഡുകൾ അവിടെ സെല്ല് ചെയ്യപ്പെടും. 1000 പുതിയ ആളുകളെ വന്നിട്ടുള്ളൂ. ന്യൂ 1000 പീപ്പിൾ വന്നു. അപ്പോഴത്തേക്ക് 3000 എംപ്രോ ഗോൾഡ് എന്ത് ചെയ്തു? സെല്ല് ചെയ്യപ്പെട്ടു. ഈ 1000 ആളുകളും 2 എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. 2 എംപ്രോ ഗോൾഡ് യൂണിറ്റ് എന്തിനു വേണ്ടി? അവരുടെ ട്രേഡ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 2 എംപ്രോ ഗോൾഡ് യൂണിറ്റ് വാങ്ങുന്നു. എങ്കിൽ എന്ത് സംഭവിക്കും? 2000 എംപ്രോ ഗോൾഡും കൂടെയും അവിടെ സെല്ല് ചെയ്യപ്പെടും. ശരിയല്ലേ? മൊത്തം 5000 എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ സെല്ല് ചെയ്യപ്പെട്ടു. നമുക്കറിയാം 2 എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ സെല്ല് ചെയ്യപ്പെടുമ്പോൾ A ആൻഡ് A1 അങ്ങനെ 2 എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ സെല്ല് ചെയ്യപ്പെടുമ്പോൾ ആ കസ്റ്റമർക്ക് 700 രൂപ ലഭിക്കുന്നുണ്ടാകും. ആ 700 രൂപ ഉപയോഗിച്ച് അടുത്ത എംപ്രോ ഗോൾഡ് യൂണിറ്റ് ഈ കസ്റ്റമർ തന്നെ വാങ്ങുകയുണ്ടാകും. അപ്പൊ 2 എംപ്രോ ഗോൾഡിന് 1 എംപ്രോ ഗോൾഡ് യൂണിറ്റ് വാങ്ങാനുള്ള പൈസ അവിടെ കിട്ടുമെന്നർത്ഥം. എങ്കിൽ 5000 എംപ്രോ ഗോൾഡുകൾ ഇവിടെ സെല്ല് ചെയ്യപ്പെട്ടപ്പോ 3000, 2000, 5000 എംപ്രോ ഗോൾഡ് സെല്ല് ചെയ്യപ്പെട്ടപ്പോ വീണ്ടും 2500 എംപ്രോ ഗോൾഡുകൾ വാങ്ങാനുള്ള പണം അവിടെ ലഭിച്ചിട്ടുണ്ടാകും. അത് വാങ്ങുമ്പോഴോ അത്രയും എംപ്രോ ഗോൾഡ് യൂണിറ്റുള്ള ആളുകൾക്ക് പൈസ കിട്ടുകയാണ്. ആ പൈസയിൽ നിന്ന് വീണ്ടും 1250 എംപ്രോ ഗോൾഡ് വാങ്ങാനുള്ള പൈസ വീണ്ടും വരികയാണ്. അപ്പൊ അത്രയും എംപ്രോ ഗോൾഡ് കൂടി അവിടെ സെല്ല് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്താണ് സംഭവിച്ചത്? 1000 ട്രേഡേഴ്സ് സിസ്റ്റത്തിൽ വന്നു. അവരെല്ലാം മാസ് വാങ്ങി 2 എംപ്രോ ഗോൾഡ് വാങ്ങി. അത്രയും സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഓൾറെഡി 5000, 7500, 8500, 8750 എംപ്രോ ഗോൾഡ് സെല്ലായി കഴിഞ്ഞു. വീണ്ടും 1650 പകുതി 625, അതിന്റെ പകുതി 312, അതിന്റെ പകുതി 161, അതിന്റെ പകുതി 80, അതിന്റെ പകുതി 40, അതിന്റെ പകുതി 20, അതിന്റെ പകുതി 10, അതിന്റെ പകുതി 5, അതിന്റെ പകുതി 2, പിന്നെ 1. അത്രയും എംപ്രോ ഗോൾഡുകൾ അവിടെ സെല്ല് ചെയ്യപ്പെട്ടു. എത്രയാവും ടോട്ടൽ സം ഓഫ്? ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ എടുത്താൽ ഇതിന്റെ എല്ലാം കൂടെ സമ്മാണ്. സോറി, ഈക്വൽ ടു സം ഓഫ് നോക്കൂ, 7006 എംപ്രോ ഗോൾഡുകളാണ് ഇതുവരെ സെല്ല് ചെയ്യപ്പെട്ടത്. ഓക്കെ, എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? വളരെ ചെറിയൊരു കാര്യം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ആ യൂണിറ്റുകളുടെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു ഇമ്പാക്ട് നോക്കൂ. എത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ആണോ സംഭവിച്ചത്? സോറി, ഇവിടെ ഒരു 3000 കൂടി ഉണ്ടായിരുന്നു, അത് തെറ്റിപ്പോയി. ഒരു 3000 കൂടി ഉണ്ട്. സോ 7000 പ്ലസ് 3000 ആ റേഞ്ച് ഒന്നുകൂടെ മാറ്റി എഴുതണം. ഒന്നുകൂടെ ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യട്ടെ. ഈക്വൽ ടു സം ഓഫ് കാരണം 1400 വാങ്ങുമ്പോൾ ഒരു 3000 ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും കുഴപ്പം. 10006 എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ സെല്ലായി. വെറും 1000 ട്രേഡേഴ്സ് 2 യൂണിറ്റ് വാങ്ങി വരുമ്പോ ഇവിടെ ചിന്തിക്കണം എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് ഇവിടെ സെൽ ഓർഡർ വരാൻ ചാൻസ് ഉള്ളത്. എന്ത് ചെയ്താൽ മതി? കൂടുതൽ ട്രേഡേഴ്സ് വന്നാൽ മതി. എന്തിനാണ് ട്രേഡേഴ്സ് വരുന്നത്? ഇനി എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ മാർക്കറ്റ് പ്ലേസിൽ നിന്നല്ലാതെ സെല്ലാകാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ പരിചയക്കാരെല്ലാം എംപ്രോ ഗോൾഡിന്റെ ട്രേഡേഴ്സ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സെൽ ഓർഡറിന്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. വളരെ സ്പീഡിൽ യൂണിറ്റുകൾ സെല് ചെയ്ത് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കണക്ക് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് എല്ലാവർക്കും ആവശ്യം പണമാണ്.
പണം ഉണ്ടാക്കാനാണ് നമ്മൾ എല്ലാവരും വ്യഗ്രതപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നതിന്റെ കാരണം അവർക്ക് ഒന്നല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ശമ്പളം കിട്ടുന്നുണ്ട്, കയ്യിലേക്ക് ഒരു പണം കിട്ടുന്നുണ്ട്. ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ ജോലിക്ക് പോകുന്നത് പണം കിട്ടുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റ്, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു അധ്യാപകൻ, ഏതൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ആ പ്രൊഫഷനിൽ അദ്ദേഹം എൻഗേജ് ആവാനുള്ള കാരണം അവിടെ റവന്യൂ സോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. എംപ്രോഗോൾഡിന്റെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ സോഴ്സ് ആണ്. ആ റവന്യൂ സോഴ്സിൽ നമുക്കുള്ള സാധ്യത എന്താണ്? ആ സാധ്യതയെക്കുറിച്ച് നമുക്കൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ആ സാധ്യതയിൽ നമുക്ക് എത്ര ട്രേഡേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ പരിചയത്തിലുള്ള എത്ര പേരെ നമുക്ക് ട്രേഡേഴ്സ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും? 10 പേരെ കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ, 10 പേരെ കൊണ്ടുവരണം. നമുക്ക് 5 പേരെ കൊണ്ടുവന്നാൽ മതി 10 ലെവൽ ഇൻകത്തിന് വേണ്ടി. പക്ഷെ 10 പേരെ കൊണ്ടുവന്നാൽ നമുക്ക് സാലറിക്കുള്ള ബെനിഫിറ്റ് കിട്ടുകയാണ്. മന്ത്ലി സാലറി ബെനിഫിറ്റ് കിട്ടുന്നത് 10 പേരെ കൊണ്ടുവരുമ്പോഴാണ്. സോ 10 ട്രേഡേഴ്സിനെ കൊണ്ടുവരിക. ഓരോരുത്തരും എത്ര എംബ്രോ ഗോൾഡ് വാങ്ങും? 2 എണ്ണം വീതം വാങ്ങുമോ? അതോ 10 എണ്ണം വീതം വാങ്ങുമോ? അതോ 50 എണ്ണം വീതം വാങ്ങുമോ? സിമ്പിളായി ചിന്തിച്ചു നോക്കുക. ഓരോരുത്തരും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ചിന്തിച്ചു നോക്കൂ. ഒരു ബിസിനസിന് വേണ്ടി എംബ്രോ ഗോൾഡ് വാങ്ങിയിടുകയാണ്. 1 ലക്ഷം രൂപയ്ക്ക് എംബ്രോ ഗോൾഡ് വാങ്ങുന്നു. 1 ലക്ഷം രൂപയ്ക്ക് എംബ്രോ ഗോൾഡ് വാങ്ങുക എന്ന് പറയുമ്പോൾ ഏകദേശം 140 എംബ്രോ ഗോൾഡുകൾ വാങ്ങുന്നുണ്ടാകും. എങ്കിൽ 1400 എംബ്രോ ഗോൾഡുകളാണ് ഫസ്റ്റ് ലെവലിൽ ട്രേഡ് നടക്കുന്നത്. 29,400 രൂപ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടാകും. നമ്മൾ കൊണ്ടുവന്നത് 10 പേരെയാണ്. ഓരോരുത്തരും 1 ലക്ഷം രൂപയുടെ എംബ്രോ ഗോൾഡ് വാങ്ങാൻ തയ്യാറായി വരികയാണ്. എങ്കിൽ അവർക്ക് സംഭവിക്കുന്ന കാര്യം പറയുന്നത് ഏകദേശം 140 എംബ്രോ ഗോൾഡുകൾ ഓരോരുത്തരും വാങ്ങുന്നുണ്ടാകും. അവർ 1400 എംബ്രോ ഗോൾഡിന്റെ ട്രേഡ് എന്ത് ചെയ്യും? നമ്മുടെ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവരും. 21 രൂപ വെച്ച് 29,400 രൂപ നമ്മുടെ വരുമാനമായി. ചിന്തിച്ചു നോക്കുക. ഈ യൂണിറ്റുകൾ വാങ്ങുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. 1400 എംബ്രോ ഗോൾഡുകൾ വാങ്ങി. അതിന്റെ കണ്ടിന്യൂഷൻ എന്തായിരിക്കും? വീണ്ടും 700 എംബ്രോ ഗോൾഡ് വാങ്ങാനുള്ള പണം അവിടെ ഫീൽഡിൽ വന്നിട്ടുണ്ടാവും അല്ലേ? വീണ്ടും ഒരു 350 എംബ്രോ ഗോൾഡ് വാങ്ങാനുള്ള പണം, വീണ്ടും 175 എംബ്രോ ഗോൾഡ് വാങ്ങാനുള്ള പണം, വീണ്ടും അങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് വരികയാണ്. ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നിങ്ങളുടെ വലത് സൈഡിൽ കാണുന്നത് പോലുള്ള ഒരു കാൽക്കുലേഷൻ അവിടെയും നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു കണ്ടിന്യൂസ് ഒരു മൂവ്മെന്റ് ഇവിടെ കാണാൻ സാധിക്കും. കേവലം ഒരു 10 പേര് വന്ന് 140 എംബ്രോ ഗോൾഡ് വാങ്ങലല്ല, 1400 എംബ്രോ ഗോൾഡ് വാങ്ങലല്ല, അതിനൊരു കണ്ടിന്യൂറ്റി ഇവിടെ വരുന്നുണ്ട്. സോ 29,400 രൂപ നമ്മുടെ ഇൻകമായി. ആ 10 പേർ വഴി സെക്കൻഡ് ലെവലിൽ എത്ര പേര് കൊണ്ടുവന്നു? അവരും 10 പേരാണ് കൊണ്ടുവന്നത്. ഓരോരുത്തരെ കൊണ്ടുവന്നോ? അതോ ഈ 2 പേരെ കൊണ്ടുവന്നോ? അത് 5 പേരെ വെച്ച് കൊണ്ടുവന്നോ? നമ്മുടേതായ കാൽക്കുലേഷൻ, നമുക്ക് പോസിബിൾ ആയ ഒരു കാൽക്കുലേഷൻ. ഒരുപക്ഷെ നമുക്ക് ഈ 10 പേരെ കൊണ്ടുവരാൻ മാത്രമേ പറ്റൂ. അവരാരും ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. ചിന്ത എങ്ങനെയായിക്കോട്ടെ, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരണം. എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരു വരുമാനത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഓരോരുത്തരും 5 പേരെ കൊണ്ടുവരികയാണെങ്കിൽ 50 പേരെ നമുക്ക് അവിടെ സെക്കൻഡ് ലെവലിൽ കൊണ്ടുവരാൻ സാധിക്കും. 5 പേരെ ഓരോരുത്തരും കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവരും ഒരു 140 എംബ്രോ ഗോൾഡ് വീതം വാങ്ങുന്ന ഒരു അവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കി. 50 പേരും 140 എംബ്രോ ഗോൾഡ് വാങ്ങുന്നു. ചില അവരെല്ലാവരും 1 ലക്ഷം രൂപ വീതം എംബ്രോ ഗോൾഡ് വാങ്ങാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഒരു പുതുമയുള്ള സബ്ജക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം ഷോപ്പുകളാണ്. 10 പേരെന്ന് പറയുന്നത്, 10 ട്രേഡേഴ്സ് പറയുന്നത് 10 ഷോപ്പുകളാണ്. ആ ഷോപ്പിൽ ഓരോരുത്തരും വിൽക്കാൻ വേണ്ടിയിട്ട് 140 എംബ്രോ ഗോൾഡുകൾ വാങ്ങിയിട്ടു. സിസ്റ്റം എന്ത് ചെയ്തു? ആ 140 എംബ്രോ ഗോൾഡിന്റെ കൂടെ 140 കൊടുത്ത് 280 എംബ്രോ ഗോൾഡിന്റെ ട്രേഡ് അദ്ദേഹത്തിന് ഓപ്പൺ ആക്കി കൊടുത്തു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ലാഭം വരാൻ പോകുന്നത്. അങ്ങനെ 10 ഷോപ്പുകളുണ്ട്. ആ 10 ഷോപ്പിലും കൂടി മൊത്തം 1400 എംബ്രോ ഗോൾഡുകളുടെ ട്രേഡ് നമ്മൾ വഴി വന്നത് കൊണ്ട് നമുക്ക് 29,400 കിട്ടി. ഇനി ആ ഷോപ്പിൽ കച്ചവടം നടക്കുന്നത് കണ്ടപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ആ ഷോപ്പിലെ ബിസിനസ് സാധ്യത മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ മറ്റുള്ള ഷോപ്പുകാരോട് പറഞ്ഞു. അങ്ങനെ ഒരു 50 ഷോപ്പ് കൂടെ സെക്കൻഡ് ലെവൽ വന്നു. സെക്കൻഡ് ലെവൽ വരുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് 14 രൂപയെ കിട്ടുള്ളൂ. പക്ഷെ അവരെല്ലാവരും ഇതുപോലെ തന്നെ ഒരു ഷോപ്പായിട്ടാണ് അത് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഇവിടെ ഷോപ്പ് ഫിസിക്കലായിട്ടൊന്നും വേണ്ട, എല്ലാം മാർക്കറ്റ് പ്ലേസിലാണ്. ആക്ടിവിറ്റി മുഴുവൻ മാർക്കറ്റ് പ്ലേസിലാണ്. സോ 14 രൂപ വെച്ച് കിട്ടുമ്പോൾ 98,000 രൂപയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം. അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ഓരോ ലെവലിൽ നമുക്ക് എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും? അടുത്ത ലെവലിൽ 50 പേര് വന്നു, അടുത്ത ലെവലിലും ഒരു 50 പേര് വന്നു, പിന്നീടുള്ള ലെവലിലും 50 പേര് വന്നു. നമ്മൾ ഒരുപാടൊന്നും ഓവറായിട്ടൊന്നും ചിന്തിച്ചു പോകേണ്ട ആവശ്യമില്ല. ഒരു മാനേജബിൾ ആയിട്ടുള്ള സംഖ്യ, നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സംഖ്യ, അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റുന്ന സംഖ്യ, അതിനുവേണ്ടി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം വർക്ക്,
അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയാൽ നമ്മുടെ ടീമിൽ ഒരു 460 പേരുടെ ടീം വരും 10 ലെവലിലായിട്ട്. ഓരോരുത്തരും 140 എംപ്രോ ഗോൾഡുകൾ വാങ്ങിയിടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ ലെവലിൽ നമുക്ക് 49,000 കിട്ടും. വീണ്ടും അടുത്ത ലെവലിൽ നിന്ന് 49,000 കിട്ടും. വീണ്ടും അടുത്ത ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 36,750 വീണ്ടും അടുത്ത ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 36,750 അടുത്ത ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 24,500 അടുത്ത ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 24,500 അടുത്ത ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 18,340 അടുത്ത ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 18,340 മൊത്തം 3,84,580 രൂപ നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടാകും. ഈ 10 ലെവലിൽ ഇതുപോലെയുള്ള ഒരു ട്രേഡ് ഉണ്ടെങ്കിൽ അത്രയും വരുമാനം കിട്ടുന്നത് എന്തുകൊണ്ടാ? 64,400 എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് അവിടെ നടക്കുന്നതുകൊണ്ടാ. സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ റെഗുലർ പർച്ചേസ് പ്ലാൻ അറിയാമല്ലോ. 64,400 എംപ്രോ ഗോൾഡ് ഒരു മാസത്തിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ നമുക്ക് 200 ബോണസ് പോയിന്റ് പ്രകാരം നമുക്ക് കിട്ടാവുന്ന ഒരു വരുമാനം. പക്ഷെ അത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ നമുക്ക് പോസിബിൾ ആക്കി എടുക്കാൻ പറ്റും. മാർക്കറ്റ് പ്ലേസിന് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എംപ്രോ ഗോൾഡ് മൂവ്മെന്റിൽ അല്ലാതെ ഇവിടെ 1 രൂപ പോലും ആർക്കും കിട്ടുകയില്ല. സോ 64,400 എംപ്രോ ഗോൾഡിന്റെ ട്രേഡിലേക്ക് എത്താൻ നമ്മൾ എന്താണ് ചെയ്തത്? ഒരു ചെറിയ ടീം ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തു. ഓരോരുത്തരെ കൊണ്ട് അവർക്ക് പറ്റുന്ന രൂപത്തിൽ 1,00,000 രൂപ എന്ന് പറയുന്നത് വലിയ സംഖ്യയൊന്നുമില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയ സംഖ്യയല്ല. ആ ഒരു കാൽക്കുലേഷൻ ഞാൻ എടുത്തത്. ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 10,000 രൂപയിലേക്ക് കൊണ്ടുവരാം. സ്വാഭാവികമായിട്ടും അത്രയും എംപ്രോ ഗോൾഡ് കുറച്ചേ അവിടെ വാങ്ങിയിടുന്നുള്ളൂ. അത്രയും എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് കുറച്ചേ അവിടെ സംഭവിക്കുകയുള്ളൂ. അതിനനുസരിച്ചുള്ള വരുമാനവും അവിടെ കുറയുന്നത് കാണാൻ സാധിക്കും. സോ ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരമാണെങ്കിൽ 3,84,580 രൂപ ഒരു ട്രേഡിൽ നിന്ന് നമ്മുടെ വരുമാനമാണ്. ഒരു ട്രേഡിൽ നിന്ന് ഈ യൂണിറ്റുകൾ അത്രയും സെല്ലായി കഴിഞ്ഞാൽ വീണ്ടും റീബൈ ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും 64,400 എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് നടക്കുമ്പോൾ അത്രയും എംപ്രോ ഗോൾഡ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ബൈ ചെയ്തു എന്നർത്ഥം. എങ്കിൽ 32,200 എംപ്രോ ഗോൾഡ് വാങ്ങാനുള്ള പണം അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടു. അതിൽ നിന്ന് 16,100 എംപ്രോ ഗോൾഡ് വാങ്ങാനുള്ള പണം ജനറേറ്റ് ചെയ്യപ്പെട്ടു. ഇതിനൊരു കണ്ടിന്യൂറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മാർക്കറ്റ് പ്ലേസ് എത്രമാത്രം പവർഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന്റെ മൂവ്മെന്റിലേക്കൊന്നും വന്നിട്ടില്ല. അത്ര ബിഗിനിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇവിടെ ആധികാരികമായിട്ട് ഈ സബ്ജക്റ്റിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. സോ ഈ 3,84,580 രൂപ നമുക്ക് വരുമാനം ലഭിക്കുമ്പോൾ അത് എടുക്കുന്നത് നമുക്ക് 5,600 എന്ന ലിങ്കൻ ലിമിറ്റിലാണ്. എന്താണ് 5,600 ലിമിറ്റ്? നമ്മളൊരു മാസം എടുക്കുന്ന സമയത്ത് നമുക്ക് ലിമിറ്റ് തരുന്നുണ്ട് അല്ലേ? 5,600 രൂപ. 1,400 രൂപയ്ക്ക് 5,600 രൂപ. അത് ലഭിച്ചാൽ വീണ്ടും 1,400 മുടക്കണം. സോ 3,84,580 രൂപ നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ 68 പ്രാവശ്യം, ഏകദേശം 69 പ്രാവശ്യം നമ്മൾ 1,400 രൂപ വെച്ച് റീബൈ ചെയ്യേണ്ടി വരും. അതായത് 96,145 രൂപയുടെ റീബൈ ചെയ്യേണ്ടി വരും. നമ്മുടെ നെറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 2,88,435 രൂപയായിരിക്കും. ഒരു ട്രേഡിൽ നിന്ന് എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു ഷോപ്പ് ഇടാണെങ്കിൽ ആ ഷോപ്പിന് റെന്റ് കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ന് പറയും പോലെ ഇവിടുത്തെ ട്രേഡിനുള്ള എക്സ്പെൻസ് ആണ് മാസ് ലിമിറ്റ്. ആ മാസ് ലിമിറ്റ് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വരുമാനം കിട്ടുമ്പോൾ അതിൽ നിന്ന് ചെയ്തു പോയാൽ മതി. ഒരു 5,400 രൂപ 5,500 രൂപയൊക്കെ വരുമാനം വരുന്ന സമയത്ത് ഒരു 1,400 കൊണ്ട് നമ്മൾ റീപേ ചെയ്ത് പോയാൽ മതി. നമ്മൾ പോലും അറിയാതെ നടന്നു പൊക്കോളും. പക്ഷെ അങ്ങനെ വരുമ്പോ ഒരു ട്രേഡിൽ നിന്ന് 2,88,435. ചിന്തിക്കണം, ഈ ട്രേഡ് നടക്കുന്നത് എപ്പോഴാണ്? ഒരാഴ്ചയിൽ നടക്കുമോ? എങ്കിൽ മാസത്തിൽ 4 പ്രാവശ്യം നടക്കുമല്ലോ. എങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 11,53,740 രൂപയായിട്ട് ഉയർത്താൻ പറ്റുമോ? പറ്റും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഇൻകം എത്രയായി? 1,38,44,880 രൂപയായി മാറും. നോക്കൂ, സംഖ്യ മാറുന്നത് കണ്ടോ? നമ്മൾ ചെയ്തൊരു എഫേർട്ടിലൂടെ, ചെറിയൊരു എഫേർട്ടിലൂടെ ഒരു പ്രോസസ്സ് നടന്നപ്പോ ഈ വരുമാനം കിട്ടാൻ കാരണം എന്താ? 64,400 എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ആ ട്രേഡിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അത് ഒരു വർഷം ആ കണ്ടിന്യൂസ് ആയിട്ട് പോയപ്പോ, ഒരേ ലെവലിൽ ഒരേ സ്പീഡിൽ പോയപ്പോ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ പോലും ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് മാറിക്കഴിഞ്ഞു. അത്രയും സംഖ്യ നമുക്ക് ലഭിക്കുമോ? തീർച്ചയായും ലഭിക്കും. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് മാത്രമേ സിസ്റ്റം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ ഒരു ട്രേഡ് ഒരു മാസത്തിൽ നടന്നു എന്ന് ആലോചിച്ച് നോക്കി. മാസത്തിൽ ഒരു ട്രേഡ് നടക്കുന്ന രൂപത്തിലാണ് ഈ വാങ്ങിയിട്ട് എംപ്രോ ഗോൾഡൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമേ വിറ്റു പോകുന്നുള്ളൂ. എങ്കിൽ ഒരു മാസത്തെ വരുമാനം എത്രയാണ്? 2,88,435 രൂപ. എങ്കിൽ 12 മാസം കൊണ്ട് 34,61,220 രൂപ നമുക്ക് വരുമാനം എടുക്കാൻ സാധിക്കും.
സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ ഒരു സ്ഥലം വാങ്ങി ഒരു വീട് വെക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ ഒരു സംഖ്യ 34 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു സംഖ്യയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡിലേക്ക് വൺസ് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും. നമുക്ക് സ്ഥലം കാണാൻ സാധിക്കും, നമുക്ക് വീട് വെക്കാനുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാൻ സാധിക്കും. കാരണം എല്ലാ മാസത്തിലും ഈ വരുമാനം കിട്ടുമെന്ന കാര്യം നമുക്കൊരു കണ്ടിന്യൂസ് ആണ്, കൺസിസ്റ്റന്റ് ആണ്. ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ പോലെ, ഒരു സ്ഥിര വരുമാനക്കാരനെ പോലെ നമുക്ക് നമ്മുടെ ലൈഫിനെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ. സുഹൃത്തുക്കളെ, ഒന്ന് സീരിയസ് ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആൾക്കാരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം. ഇവിടെ നടക്കുന്നത് എംപ്രോ ഗോൾഡ് എന്ന യൂണിറ്റിന്റെ 700 രൂപ വിലയുള്ള ഒരു യൂണിറ്റിന്റെ ട്രേഡ് മാത്രമാണ്. 700 രൂപ വിലയുള്ള 2 യൂണിറ്റുകൾ സെല്ല് ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ 70 രൂപ എന്ന ലാഭവും പ്ലസ് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് 700 രൂപയും നമുക്ക് തരുന്നത്. 1400 രൂപയുടെ സെല്ലിൽ നിന്ന് ഇത് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. വളരെ സിമ്പിൾ ആണ് ലോജിക്. ഒരു ഗ്രോത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ 2 യൂണിറ്റുകൾ എങ്ങനെയാണ് വരിക? ഒരെണ്ണം നമ്മൾ വാങ്ങിയിടുന്നതാണ്, ഒരെണ്ണം സിസ്റ്റം ഫ്രീ ആയിട്ട് തരുന്നതാണ്. സിസ്റ്റത്തിന് എവിടെയാണ് ഫ്രീ ആയിട്ട് തരാനുള്ള യൂണിറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുക? അത് നമ്മുടെ മാസ് റീബയിൽ നിന്നാണ്. മാസ് റീബയിൽ സിസ്റ്റം 3 യൂണിറ്റുകൾ വാങ്ങി വെക്കുന്നുണ്ട്. ആ യൂണിറ്റിൽ നിന്നാണ് നമുക്ക് യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. വളരെ സിമ്പിൾ ലോജിക് ആണ്. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ആ പ്രോസസ്സിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യത അത് ചെറുതല്ല, വളരെ വലുതാണ്. സോ വിശ്വസിക്കാൻ, ഇതിനെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനാവശ്യമായ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.